ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇന്നത്തെ നമ്മളെ വീഡിയോ ന്യൂ ബോൺ എസെൻഷ്യൽ പ്രൊഡക്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ന്യൂ ബോൺ എസെൻഷ്യൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞേ ഉണ്ണികൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ കുറേയൊക്കെ വാരി വലിച്ച് മേടിച്ച് കൂട്ടാണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സേവിങ്സ് കാശ് ലാഭിക്കുകയും ചെയ്യാം. എന്താ പറയുക, എന്നാൽ ഉണ്ണികൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും അറിയുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. സോ നമ്മൾ ആദ്യം തന്നെ ക്ലോത്തിങ്ങിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാം. കുറേ വലിച്ച് വാരി നീട്ടുന്നില്ല. എന്താ പറയുക, ക്ലോത്തിങ്ങിൻ്റെ ആ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കുഞ്ഞു ഉണ്ണികളാകുമ്പോൾ കെട്ടുടുപ്പുകളാണ് ഫസ്റ്റ് യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ കെട്ടുടുപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിൽ അവൈലബിൾ ആവും. പണ്ടത്തെ ആൾക്കാരൊക്കെ കൂടുതലും നമുക്ക് പറഞ്ഞു തരിക വെള്ള ഉടുപ്പ് മതി, വെള്ള കെട്ടുടുപ്പുകൾ മതി എന്ന് പറയും. ചിലർ പ്രിന്റബിൾ ആയിട്ടുള്ളതും ഇപ്പൊ എടുക്കുന്നുണ്ട്. ഇവിടെ അമ്മ ഒക്കെ പറഞ്ഞു തരുന്നത് വെള്ള സാധാ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെള്ള സാധാ നോർമൽ വൈറ്റ് ആയിട്ടുള്ള കെട്ടുടുപ്പുകളാണ് മേടിക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിന്റബിൾ ആയിട്ടുള്ള ഒക്കെ ഇട്ട് കൊടുക്കും, കളർ യൂസ് ചെയ്യും. പിന്നെ നമുക്ക് ഓരോ ഫ്രണ്ട്സും ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ അങ്ങനെ കൊണ്ടുവരുമല്ലോ, പിന്നെ നമ്മളും മേടിക്കും. അപ്പോൾ കുറച്ച് കെട്ടുടുപ്പുകൾ ആദ്യത്തെ ദിവസങ്ങളിൽ ആവശ്യമാണ്. പിന്നെ പോകെ പോകെ നമ്മൾ എന്താ പറയുക, മസ്ലിൻ്റെ ഡ്രസ്സസ്, കെട്ടുടുപ്പുകൾ, അതുപോലെ എന്താ പറയുക ബട്ടൺസ് ഉള്ള ടൈപ്പ് കിട്ടും. അതുപോലെ ഇങ്ങനെ ഇവിടെ രണ്ട് സൈഡ് കെട്ടി കൊടുക്കുന്ന ടൈപ്പ് കിട്ടും, അങ്ങനത്തെ യൂസ് ചെയ്യാം. അതൊക്കെ കെട്ടുടുപ്പുകളിൽ ജബ്ലാസിൽ വരുന്നതാണ്. ഡിസൈൻസ് ഉള്ളതും വരും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് മേടിച്ചിട്ട് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് റോംബേഴ്സ് വേണം, അല്ലെങ്കിൽ ജംപ് സ്യൂട്ട്സ് വേണം, ഫുൾ കവർ ആയിട്ടുള്ള ഡ്രസ്സുകൾ വേണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഓൾറെഡി നമ്മൾ ഉണ്ണികൾ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ചൂട് ആ ഒരു ഇതിൽ നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി റാപ്പ് ചെയ്തിട്ട് വേണമല്ലോ ഇതാക്കാൻ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകളും യൂസ് ചെയ്യാം. പിന്നെ രാത്രിയൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ തണവ് കൂടുന്നത് കാരണം നമ്മൾ എന്തായാലും റോംബേഴ്സ് കരുതുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഞാൻ മേടിച്ചിട്ടുള്ള കെട്ടുടുപ്പ് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പം അത് കാണേണ്ടവർക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ചിട്ടുള്ള കെട്ടുടുപ്പ്. ഒരു ടൈപ്പ് കോട്ടനും ബനിയനും കൂടി വന്ന നല്ലൊരു മെറ്റീരിയൽ, ഉണ്ണികൾക്ക് ഇടാൻ സുഖമുള്ള ടൈപ്പാട്ടോ. ഇതൊക്കെ തേച്ച് വെച്ചിട്ടുള്ളതാണ്. ഓൾറെഡി ഞാൻ ബാഗ് പാക്കിങ് കഴിഞ്ഞതായത് കാരണം അധികം എടുത്ത് കാണിക്കുന്നില്ല. പിന്നെ ഒരെണ്ണം ഫുൾ കോട്ടൺ ആയിട്ടുള്ള ഒരു സെറ്റും കൂടി മേടിച്ചിട്ടുണ്ട്. ഇതാണ് ജബ്ല എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് പ്രിന്റബിൾ വേണമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടുകാർക്കൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ നോക്കി മേടിക്കാം കേട്ടോ. അതാണ് എൻ്റെ കെട്ടുടുപ്പുകൾ. ഇതേ ഇത്ര എണ്ണമാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ബാക്കി ആവശ്യം പോലെ മേടിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് 6 സെറ്റൊക്കെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ബാക്കി പ്രിന്റബിളൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോകെ പോകെ മേടിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ റോംബേഴ്സ് എന്ന് പറയണത് കാണിച്ചുതരാം. റോംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സുകളാണ് റോംബർ. അത് ഈ മഴക്കാലത്തൊക്കെ അങ്ങനത്തെയാണ് നല്ലത് കേട്ടോ. ഫുള്ള് എന്താ പറയുക, കവർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് റോംബറാണ് നല്ലത്. ഇതുപോലത്തെ അല്ല, കൈ വരെ ഫുള്ള് കവർ ആയിരിക്കും. കൈയിൻ്റെ കൈപ്പത്തി കവേർഡ് അല്ല, ഇവിടെ ഇതായിരിക്കും, ഓപ്പൺ ആയിരിക്കും. കാല് കവേർഡ് ആയിരിക്കും. പിന്നെ അതേ ബട്ടൺസ് ഉണ്ടായിരിക്കും, ഫുൾ ഓപ്പൺ ബട്ടൺസ് ഉണ്ടായിരിക്കും. ഇതുവരെ ബട്ടൺ ഓപ്പൺ ചെയ്യാം, ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ആണ്. നല്ല നല്ല പ്രൊഡക്റ്റാണ് ഇങ്ങനത്തെ ഇത് മേടിക്കുന്നത് കേട്ടോ. യൂസ്ഫുൾ ആവും എന്തായാലും. അപ്പോൾ ഇതും ഞാൻ തൽക്കാലം 2 മേടിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യം പോലെ മേടിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. നമ്മൾ കുറേ ഡ്രസ്സസ് എടുത്ത് കൂട്ടരുത് എന്നുള്ള പഴയ ആൾക്കാർ പറയുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികമൊന്നും മേടിച്ച് കൂട്ടിയിട്ടില്ല. ഇനി അടുത്ത
ക്ലോത്തിങ് സെക്ഷനിൽ വരുന്നത് നാപ്പിയാണ്. നമ്മൾ ഡൈപ്പർ ഓൾറെഡി ഡൈപ്പർ നമുക്ക് വേണം കുട്ടികൾക്ക്. ക്ലോത്തിങ്ങിന്റെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഡൈപ്പർ വേണം, ന്യൂ ബോൺ ഡൈപ്പേഴ്സ് വേണം. അത് ചിലര് നൈറ്റ് മാത്രം യൂസ് ചെയ്യണവരുണ്ട്, ചിലര് ഫുൾ എന്താ പറയുക യൂസ് ചെയ്യണവരുണ്ടായിരിക്കും. ഞാൻ മിക്കതും ഹോസ്പിറ്റലിൽ മാത്രം ഫുൾ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കോട്ടൺ തുണി യൂസ് ചെയ്യാണ് ചെയ്യുക. എന്നിട്ട് പിന്നെ നൈറ്റ് മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ. എനിക്ക് അങ്ങനെ ഇത് ഫുൾ ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ താല്പര്യമില്ല. ഒന്നാമത്തത് ഉണ്ണികൾക്ക് റാഷസ് ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ നമുക്ക് മണി സേവ് ചെയ്യുക, അതും ഒരു കാര്യമാണല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് ക്ലോത്തിൻ്റെ നാപ്പിയിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറച്ച് കോട്ടൺ മുണ്ടുകൾ, നല്ല മുണ്ടുകൾ മുറിച്ച് വെക്കുന്നത് നല്ലതാണ് ഉണ്ണികൾക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് മേടിക്കാനും കിട്ടും, ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള നല്ല കോട്ടൺ. ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും, നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ മേടിക്കാം. പിന്നെ ഇതുപോലത്തെ നാപ്പീസ് മേടിച്ചിട്ടുണ്ട് ഞാൻ. ഇതൊക്കെ ഞാൻ ഉണ്ണീനെ വീട്ടിൽ വന്നതിന് ശേഷം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ച് നല്ല മണം, ഒക്കെ കഴുകി വെച്ചുള്ളതാണ്, ലോണ്ട്രിയുടെ മണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇവിടെ ഒരു തിക്കായിട്ടുള്ള ടൈപ്പാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇത് കെട്ടി കൊടുക്കുക. ഇവിടെ ഈ ഒരു വള്ളി ഉണ്ടല്ലോ, ഇവിടെ വെച്ചിട്ട് ഇത് ഉണ്ണികളുടെ ഇങ്ങനെ കെട്ടി കൊടുക്കുക. അപ്പോൾ ഇതും പെട്ടെന്ന് എന്താ പറയുക മൂത്രമൊന്നും നമ്മളെ ബെഡിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പെട്ടെന്ന് പുറത്തേക്ക് പോകാതെ യൂസ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ എത്രത്തോളം അബ്സോർബൻ്റ് ആണെന്നുള്ളത്. ഒരു പാഡ് എഫക്റ്റ് ഉണ്ട്, പക്ഷെ പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് തുണിയാണ് കേട്ടോ. അപ്പോൾ നല്ല ഐറ്റാണിത്. ഇത് മേടിക്കുന്നത് നല്ലതായിരിക്കും കുറച്ച്. അപ്പോൾ ഇതും ഞാൻ കുറച്ചെണ്ണം മേടിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ വീട്ടിൽ വന്നിട്ട് യൂസ് ചെയ്യാനാണ് വിചാരിക്കുന്നത്, ക്ലോത്ത് ഡൈപ്പർ. പിന്നെ ഞാൻ മറ്റേ ഡൈപ്പർ മേടിച്ചിട്ടില്ല, അത് ഇതുപോലെ വീട്ടിൽ വന്നിട്ട് മതിയല്ലോ, അപ്പോൾ മേടിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് മേടിച്ചിട്ടില്ല. ബട്ടൺസ് ഉള്ള ടൈപ്പ്, മുകളിൽ പ്ലാസ്റ്റിക് വരുന്നത്, ഉള്ളിൽ ക്ലോത്ത്സ് വരുന്ന ഡൈപ്പേഴ്സ് കിട്ടുമല്ലോ നമുക്ക്. അതും നല്ല ബ്രാൻഡിൻ്റെ നോക്കിയിട്ട് നമുക്ക് മേടിക്കാം, അതും യൂസ്ഫുൾ ആണ്. ഇത് നമ്മൾ ഡെയിലി ഇടണം കാട്ടി നല്ലത്. ഇപ്പം ഞാൻ ഉദ്ദേശിച്ചുള്ളത് ഈ ഒരു നാപ്പിയും അതുപോലെ തന്നെ കോട്ടൺ തുണി വെച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് നാപ്പി ടൈ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും. ഗൾഫിലൊക്കെ അത് കുറേ ആയിട്ട് കിട്ടും, ഇവിടെ അത്ര അധികം കിട്ടുന്നില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണത്തിന് തന്നെ 40 രൂപ വരുന്നുണ്ട്. ഇതെങ്ങനെയാ വെച്ചാൽ പ്ലാസ്റ്റിക് കവറാണ്. നമ്മൾ ഉണ്ണികളുടെ വെള്ളം കൊണ്ട് കെട്ടി കൊടുത്തതിന് ശേഷം ഞാൻ അത് കീറിയിട്ടില്ല, കാണിച്ചു തരാം, ഒരെണ്ണം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സാധനം. ഇത് പ്ലാസ്റ്റിക് ഒരു ഷീറ്റാണ്, പ്ലാസ്റ്റിക്. ഈ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ണികളെ കെട്ടി കൊടുക്കാനുള്ള സംഭവമാണ് കേട്ടോ. അല്ല, ഈ സാധനം ഇത് നമുക്ക് ഇതിൽ മുണ്ട് മടക്കി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ണികൾക്ക് കെട്ടി കൊടുക്കാം. നമ്മൾ അളവിന് വെച്ചിട്ട് 2 സൈഡും പിടിച്ച് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാക്കിലേക്ക് പിടിച്ച് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഉണ്ണി വന്നതിന് ശേഷം കാണിച്ചു തരേണ്ട എങ്ങനെ ചെയ്യാന്നുള്ളത്. അത് അങ്ങനെ ആകുമ്പോഴും യൂറിനൊന്നും ബെഡിലൊന്നും പോവില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാവും ഒന്നുകൂടെ ബെറ്റർ. കുറച്ചെണ്ണം മേടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നല്ല കോട്ടൺ മുണ്ടും വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡൈപ്പർ മേടിക്കുന്ന അത്ര കാശാവില്ല. പിന്നെ അതുപോലെ തന്നെ ഉണ്ണികൾക്ക് റാഷസ് ഇതൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ചില ഉണ്ണികൾക്ക് ഈ തുണി പറ്റാത്തവരും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം അങ്ങനത്തെവരാണ് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉണ്ണികൾക്ക് ഏതാണ് ബെറ്റർ നോക്കിയിട്ട് അത് ചൂസ് ചെയ്യുക. അപ്പം ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇത് ഞാൻ കുറച്ചെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട്, ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് കുറച്ചെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വീട്ടിൽ വന്നിട്ട് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു വെച്ചേക്കാണ്. ഹോസ്പിറ്റൽ ബാഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഞാൻ വീട്ടിൽ വന്നിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഹോസ്പിറ്റലിൽ ഞാൻ ഫുള്ള് ഡൈപ്പർ തന്നെ യൂസ് ചെയ്യുക, കാരണം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഡ്രസ്സ് വാഷ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി ഇങ്ങനെയാണ് ഡൈപ്പർ യൂസ് ചെയ്യാന്നാണ് വിചാരിച്ചത് കേട്ടോ. പിന്നെ നമുക്ക് ക്ലോത്തിൽ വരുന്നത് മസ്ലിൻ കുടിൽ അല്ലെങ്കിൽ റാപ്പർ വേണം, നമ്മൾ തന്നെ ഫുള്ള് പൊതിയാൻ വേണ്ടിയിട്ട് ഉണ്ണീനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടെ നിങ്ങൾക്ക് നമ്മളെ വീട്ടിലുള്ള സാധാ മുണ്ട് വെച്ചിട്ട് ഉണ്ണികളെ
ചുറ്റി ഇതാക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്, മസ്ലിൻ കോട്ടൻ്റെ നല്ല സുഖമായിട്ട് നല്ല സോഫ്റ്റ് തുണിയാണേനും ഉണ്ണികൾക്ക് നല്ല സുഖം കിട്ടും. പിന്നെ നന്നായിട്ട് പൊതിയാം, അത്യാവശ്യം വലുപ്പം ഒക്കെ ഉള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതും ക്ലോത്തിങ്ങിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഈ ഒരു ടർക്കി ടവല് ആണ്. എന്താ പറയുക, ബ്ലാങ്കറ്റ് ടവല് അല്ലെങ്കിൽ ക്യാപ് ടവൽ എന്ന് പറയാം, റിസീവിങ് ടവല്. ഇത് നമുക്ക് ഫുൾ ടൈം ഇത് ആവശ്യമാണ്. പുറത്ത് പോകുമ്പോഴായാലും വേണം. അതുപോലെ തന്നെ നമ്മൾ ഫുൾ ടൈം ഉണ്ണികളൊന്ന് റാപ്പ് ചെയ്തിട്ടാണ് വെക്കുക. പിന്നെ മഴക്കാലം ആയതുകൊണ്ട് പ്രത്യേകിച്ച്. അപ്പോൾ ഇതൊരു കുറച്ചൊക്കെ വേണം. മഴക്കാലം ആയതുകൊണ്ട് ഉണങ്ങാത്ത കാരണം തന്നെ നമുക്ക് കുറച്ചധികം നമ്മൾ മേടിച്ച് വെക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഒരെണ്ണം. പിന്നെ വേണ്ടത് ഈ ക്യാപ്പ് മിറ്റൻ ബുട്ടീസ്, അതും ക്ലോത്തിങ്ങിൻ്റെ ഇതിൽ വരുന്നതാണ്. ക്ലോത്തിങ്ങിൻ്റെ ഇതിൽ ക്യാപ്പ് മിറ്റൻ ബുട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഇത് കുറച്ചെണ്ണം വേണം. ഉണ്ണികളുടെ കയ്യുമ്മ ചിലപ്പോൾ നഖമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ മിറ്റൻസ് ഈ ഒരു സംഭവം കൈമട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കാലുമ്മലും തണവൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇത് കുറച്ചെണ്ണം മേടിക്കുന്നതിൽ നല്ലതാണ്. ക്യാപ്പ് നമ്മൾ വെക്കല് ചിലപ്പോൾ കുറവായിരിക്കും. ചിലപ്പോൾ ഈ ഒരു ക്യാപ്പിൻ്റെ വട്ടം ചിലപ്പോൾ എൻ്റെ മോളുടെ ഇതിന് പാകമല്ലായിരുന്നു. അപ്പം ഞാൻ മാക്സിമം നമ്മൾ ഈ റിസീവിങ് ടവല് യൂസ് ചെയ്യണത് കൊണ്ട് തന്നെ ഈ ക്യാപ്പ് ചിലപ്പോൾ വെക്കാൻ ചാൻസ് കുറവാണ്. പക്ഷെ ബൂട്ടീസും മിറ്റൻസും ഒക്കെ നമ്മൾ കൂടുതലും യൂസ് ചെയ്യും. പിന്നെ കുറച്ച് വലുപ്പമുള്ള ടൈപ്പ് ക്യാപ്പ് മേടിക്കുകയാണെങ്കിൽ അവരുടെ തലയിൽ ഇട്ട് കൊടുക്കാം. എന്നാലും തല ഇങ്ങനെ ചിലപ്പോൾ വിയർക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ നമ്മളങ്ങനെ ഇടില്ല, നമ്മൾ റിസീവിങ് ടവലിൽ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ. പിന്നെ ക്യാപ്പ് നമുക്ക് കാറ്റടിക്കാതിരിക്കാനൊക്കെ നമ്മൾ വെച്ച് കൊടുക്കും. അപ്പോൾ അവരുടെ തല വലുപ്പത്തിനനുസരിച്ചിട്ട് കുറച്ചെണ്ണം മേടിച്ചിട്ട് പിന്നെ നിങ്ങൾ അവരുടെ തലവട്ടത്തിനനുസരിച്ചിട്ട് വേറെ പിന്നീട് ഉണ്ണികൾ വന്നിട്ട് മേടിക്കുന്നതാവും നല്ലത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഫീഡിങ് ടവലാണ്. ഫീഡിങ് ടവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടവൽസ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ വൈപ്സ് ആണെങ്കിൽ വൈപ്സ് യൂസ് ചെയ്യാം. ഫീഡിങ് ടവൽസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതാകുമ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഫീഡ് ചെയ്യാം, മേലാവാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പാല് കൊടുത്തു കഴിഞ്ഞാൽ ചില തരി കുരുക്കൾ വന്നാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ പാല് കുടിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖം തുടയ്ക്കാനും ഇത് വളരെ യൂസ്ഫുൾ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് കുറച്ച് കാലം 1.5 വയസ്സോളം ബബ്ലുവിന് ഭയങ്കര യൂസ് ആയിട്ടുള്ള കാര്യമായിരുന്നു. 1.5-2 വയസ്സോളം ഞാൻ ഈ ഫേസ് ടവൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ റിസീവിങ് ടവലും നമുക്ക് കുറച്ച് കാലം വരെ ഈ ടർക്കി ടവൽ ഉണ്ടല്ലോ, അതും ഈ പറഞ്ഞ പോലെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ വരെ കാറ്റടിക്കാതിരിക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പം അതും കുറേ എണ്ണം ഉള്ളത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഒറ്റയടിക്ക് കുറേ എണ്ണം മേടിക്കാണ്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് മേടിച്ചാലും മതി. ഫസ്റ്റ് നമ്മൾ ഒരു കുറച്ച് ദിവസത്തിന് എന്തായാലും ഒരു 5 എണ്ണമൊക്കെ കരുതുന്നത് നല്ലതാണ്. ടർക്കി ടവൽ, റിസീവിങ് ടവൽ എന്നൊക്കെ പറയണത്. പിന്നെ നമുക്ക് വേണ്ടത് ടവൽസിൽ തന്നെ ടർക്കിയും തോർത്തും വേണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണികളെ കുളിപ്പിക്കുമ്പോൾ എടുക്കാനുള്ള ടർക്കിയും അതുപോലെ തന്നെ തോർത്ത്, അത് 2 എണ്ണം തോർത്തും അങ്ങനെ കരുതുന്നത് നല്ലതാണ്. ഇതാണ് നമ്മൾ മേടിച്ച തോർത്ത്. ഒരു കുഞ്ഞി തോർത്ത് മേടിച്ചിട്ടുണ്ട്, നിവർത്തി കാണിക്കുന്നില്ല കേട്ടോ. ഇതൊരു തോർത്താണ്. പിന്നെ അത് ഞാൻ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ ഹോസ്പിറ്റൽ ബാഗിലേക്ക് വെച്ച് ഒരെണ്ണം ഇതാക്കി. പിന്നെ ഇത് ടർക്കി തല തുറന്ന വെള്ളമൊക്കെ ഒപ്പിയെടുക്കാനൊക്കെ കുളി കഴിഞ്ഞാൽ യൂസ് ചെയ്യാനുള്ള ടവലാണ് കേട്ടോ. ഒക്കെ നല്ല മണമാണ്. നല്ല ഡിറ്റർജൻറ്റും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ണികളുടെ ഡിറ്റർജൻറ്റൊക്കെ വെച്ചിട്ട് കഴുകിയത് കാരണം ഭയങ്കര നല്ല മണം. പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഇതാണ് ക്ലോത്തിങ്ങിൻ്റെ ഇതിൽ പറയാനുള്ളത്. ക്ലോത്തിങ്ങിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ പറഞ്ഞതാണ് വിചാരിക്കുന്നത്. ഇനി നമ്മൾ ഡൈപ്പറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പോകുമ്പോൾ ഡൈപ്പറിങ്ങിൽ വരുന്നത് നമുക്ക് അറിയാം. ഡൈപ്പർ ന്യൂ ബോൺ സൈസ് തന്നെ നോക്കി മേടിക്കുക. ചിലപ്പോൾ ഫസ്റ്റ് ടൈം ഉള്ളവർക്ക് അറിയുന്നുണ്ടാവില്ല, ചിലപ്പോൾ മേ ബി നോക്കി മേടിക്കുക. ന്യൂ ബോൺ സൈസ് തന്നെ കിട്ടും.
അപ് ടു 5 kg വരെയൊക്കെ യൂറിനൊക്കെ എടുക്കൂട്ടോ ഇത്. അപ്പോൾ ഇത് നല്ല പാമ്പേഴ്സ് നോക്കി മേടിക്കുക, നല്ല ബ്രാൻഡ് യൂസ് ചെയ്യാൻ നോക്കുക. അതിപ്പോൾ കുറേ ബ്രാൻഡ്സ് ഉണ്ട്. നല്ല ബ്രാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എണ്ണം പറയാനുണ്ടാവും. അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ എപ്പോഴും നല്ലത് തന്നെ ചൂസ് ചെയ്യുക. ഉണ്ണിയുള്ള കാര്യമാണ്, അതിലൊരു കുറവ് വരുത്തണ്ട. പക്ഷെ മേടിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടും കുറേ വാരി വലിച്ച് വാങ്ങാണ്ട് കറക്റ്റായിട്ട് മേടിക്കാൻ നോക്കുക. ഇപ്പം ഞാൻ ഇത്ര മേടിച്ചിട്ടുള്ളൂ. പിന്നെ ഞാനൊരു എന്താ പറയുക, ബൾക്കായിട്ടൊന്നും മേടിക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് കൊണ്ടും ഗൾഫിൽ നിന്ന് കൊണ്ടും അങ്ങനെ ആയിരിക്കും, അറിയില്ല. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈപ്പർ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് ഉണ്ണികളെ തുടയ്ക്കാനും ഒക്കെ ഇതിന് വേണ്ടിയിട്ട് വാട്ടർ വൈപ്സ്. ഇപ്പം ഞാൻ PGൻ്റെ വാട്ടർ വൈപ്സ് ആണ് എടുത്തുള്ളത്. നിങ്ങൾ ഹോസ്പിറ്റൽ ബാഗിൻ്റെ വീഡിയോയിൽ ഞാൻ ഹിമാലയയുടെ കാണിച്ചിട്ടുണ്ടാവും. അത് ഞാൻ എനിക്ക് പിന്നെ യൂസ് ചെയ്യാനാക്കുകയാണ്. കാരണം ഉണ്ണികൾക്ക് 99.9% വാട്ടർ കണ്ടന്റ് ഉള്ളത് യൂസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ പാരബൻ ഫ്രീയും ആൽക്കഹോൾ ഫ്രീ ഒക്കെ ആയിട്ടുള്ള എടുക്കാൻ നോക്കുക. പിന്നെ എന്താ പറയുക, ഞാൻ ഇപ്പോൾ PGൻ്റെ 72 വൈപ്സ് ഉള്ളതാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. PGN എനിക്ക് എന്താ പറയുക, അത്രയും വിശ്വസ്തത ഉള്ളതാണ്. കാരണം ഫസ്റ്റ് ഉണ്ണിയുടെ ടൈമിൽ PGൻ്റെ കുറേ ഐറ്റംസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബോട്ടിലൊക്കെ PGൻ്റെ തന്നെ ആയിരുന്നു. അപ്പോൾ നല്ല ബ്രാൻഡ് തന്നെയാണ് PGN. പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ PGൻ്റെ ഒരു സെറ്റ് ഓഫ് വാട്ടർ വൈപ്സ് മേടിച്ചിട്ടുണ്ട്. ഇത് ഒന്ന് പോരാ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ യൂസ് ചെയ്യും, പിന്നെ വേണമെങ്കിൽ അപ്പോൾ മേടിക്കാം എന്നുള്ളത് കൊണ്ട് മേടിക്കാതെ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ മേടിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. ഇത് നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ ഉണ്ണികളുടെ കുറച്ച് കാലം വരെ നമ്മൾ ഈ ഒരു വൈപ്സ് നമ്മളെ ബാഗിൽ ഉണ്ടാവുന്നത് നല്ലതാണ്. എപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ഈ വൈപ്സ് കയ്യിൽ കരുതുക. പിന്നെ നമുക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷസ് ക്രീം വേണം, ഡൈപ്പർ റാഷ് ക്രീം വേണം. ഞാൻ ഹിമാലയയുടെ ഡൈപ്പർ റാഷ് ക്രീമാണ് മേടിച്ചിട്ടുള്ളത്. വേറെ ബ്രാൻഡിൻ്റെ ഒക്കെ കിട്ടും. ഇതും കുഴപ്പം തന്നെ, ഞാൻ ഉണ്ണിക്ക് ഇതാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് ഈ ഡൈപ്പർ റാഷ് ക്രീം തന്നെയാണ് ഇപ്രാവശ്യം ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതും നമ്മൾ ഹോസ്പിറ്റൽ ബാഗിൽ വെക്കുക. നമ്മൾ ഉണ്ണിക്ക് പമ്പേഴ്സ് യൂസ് ചെയ്യണ കാരണം തന്നെ ഇത് വെക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ഡൈപ്പർ റാഷ് ക്രീം എന്തായാലും നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ മേടിച്ച് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈപ്പറിൽ ഞാൻ പറഞ്ഞല്ലോ ക്ലോത്ത് ഡൈപ്പറും കിട്ടും. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചെന്ന പ്ലാസ്റ്റിക്കിൻ്റെ കെട്ടണ ഇത്, അതുപോലെ തന്നെ ക്ലോത്ത് ഡൈപ്പർ മേടിക്കാൻ കിട്ടും. ബട്ടൺസ് ആയിട്ട് കറക്റ്റ് സൈസിൽ വെച്ച് കൊടുക്കുന്ന ടൈപ്പ്. പിന്നെ ഞാൻ ക്ലോത്ത് ഡൈപ്പർ നാപ്പി ഇങ്ങനെ കെട്ടണത് കാണിച്ചു തന്നല്ലോ, അതൊക്കെ ഡൈപ്പറിങ്ങിൽ വരുന്നതാണ്. പിന്നെ ഡ്രൈ ഷീറ്റ് നമുക്ക് വേണം. ഡൈപ്പറിങ്ങിൽ വരുന്നതാണ് ഡ്രൈ ഷീറ്റ്. ഡ്രൈ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രം പിടിക്കാനുള്ള ടൈപ്പ് എന്താ പറയുക ഷീറ്റാണ്. നമ്മളെ കട്ടുമേലും ബെഡുമേലൊക്കെ ഇടണം. ഇത് ലാർജ് സൈസ് കിട്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇത് ഓൾറെഡി ഒരു സ്മോൾ സൈസാണ് ഇപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ളത്. അങ്ങനത്തെ 2-3 നമ്മൾ കരുതുക. പിന്നെ ഇതിൽ നന്നായിട്ട് അബ്സോർബ് ആവും. ഈ ബാക്ക് ഭാഗം ഇങ്ങനെ ഇരിക്കരുത് പ്ലാസ്റ്റിക്കിൻ്റെ. ഇതിൽ അത്യാവശ്യം യൂറിൻ അബ്സോർബ് ആവും. പിന്നെ എന്തായാലും നമ്മളെ എന്താ പറയുക ബെഡിലാവില്ല മൂത്രമൊന്നും. പിന്നെ അതുപോലെ തന്നെ കഴുകി യൂസ് ചെയ്യാം അതിനൊക്കെ. പിന്നെ വെയിറ്റ് അധികം ഉണ്ടാവില്ല. നമ്മൾ ഇത്ര ചെറിയത് മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും കഴുകി യൂസ് ചെയ്യാം. കുറേ പ്രാവശ്യം യൂസ് ചെയ്യാം. ഓൾമോസ്റ്റ് ഇപ്പോൾ മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 വയസ്സ് വരെയൊക്കെ ഇത് യൂസ്ഫുൾ തന്നെയാണ്. ഈ ഒരു ഭാഗം പൊട്ടി പോകുന്ന ഒരു ടൈമുണ്ട്, ഒരു ഏകദേശം 2 കൊല്ലം വരത്തോളം ഇതിങ്ങനെ നിൽക്കൂട്ടാ. യൂസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് അനുഭവത്തിൽ എന്ന് പറയുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്ത് ടൈമിൻ്റെ നോക്കാം. ബാത്ത് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ബാത്ത് ടൈമിൽ സ്കിൻ കെയറും ബാത്ത് ടൈമും കൂടി ഒപ്പം പറയാം. ബാത്ത് ടൈമിൽ നമുക്ക് വേണ്ടത് സോപ്പ് വേണം, ഒരു ഷാമ്പു വേണം, മസാജിങ് ഓയിൽ വേണം. ഈ മസാജിങ് ഓയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ആയുർവേദിക് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. പോസ്റ്റ്നേറ്റൽ കെയർ ഒക്കെ എടുക്കണമെങ്കിൽ അവരുടെ കയ്യിലുണ്ടാവും. ചിലർക്ക് ചില എണ്ണകൾ പറ്റില്ല. ഞാൻ ഉണ്ണിക്ക് നാൽപ്പാമരാതി വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റേ നമ്മുടെ
സാധാ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, എണ്ണ, അമ്മ തന്നെ പാല്, മറ്റേ നാളികേര പാല് ഇതാക്കിയിട്ട് കാച്ചെടുത്ത വെളിച്ചെണ്ണ, അത് ഉരുക്ക് വെളിച്ചെണ്ണ, അതാണ് യൂസ് ചെയ്തിരുന്നത്. അതും നാൽപ്പാമരാതി വെളിച്ചെണ്ണ യൂസ് ചെയ്തിരുന്നു. പിന്നെ അമ്മ മഞ്ഞൾ അതൊക്കെ ഉണ്ണിക്കിട്ട് കൊടുത്തിരുന്നു കേട്ടോ. അപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് മസാജിങ് ഓയിലും നമ്മുടെ കിറ്റ് മേടിക്കുമ്പോൾ അതിലുണ്ടാവും, ബേബി മസാജ് ഓയിൽ ഉണ്ടാവും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ഏതാച്ചാൽ നിങ്ങളെ ഉണ്ണിക്ക് പ്രിഫർ ചെയ്യണത് ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ യൂസ് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ ഡെലിവറി കെയർ എടുക്കുന്നുണ്ടെങ്കിൽ, പോസ്റ്റ്നേറ്റൽ കെയർ എടുക്കുന്നുണ്ടെങ്കിൽ അതിലുണ്ടാവും നമുക്ക് ഈ ഓയിലൊക്കെ. പിന്നെ നമുക്ക് വേണ്ടത് സോപ്പാണ്. സോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡ് എടുക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സെബാമെൻറ്റൊക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ കുറേ കൊടുന്ന് ഇങ്ങനെ നിറയ്ക്കും. അപ്പോൾ കുറേ കാലത്തിന് പിന്നെ നമ്മളൊന്ന് മേടിക്കേണ്ടി വരില്ല. അപ്പം ഞാൻ ആകെ ഒരെണ്ണം തന്നെ കരുതിയിട്ടുള്ളൂ. ഇപ്പം ഹിമാലയയുടെ ഒരു സോപ്പാണ് എടുത്തുള്ളത്. അതുപോലെ തന്നെ ഒരു സോപ്പ് പെട്ടി, ബാത്തിങ് ടൈമിൽ നമുക്കൊരു സോപ്പ് പെട്ടി, ഒരു സോപ്പും വേണം. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ബാത്ത് ഷീറ്റ് വേണം, പ്ലാസ്റ്റിക് ഷീറ്റ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണ ഒക്കെ തേച്ച് കിടത്താനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഇതുപോലത്തെ ഒരു ഷീറ്റ് കിട്ടും നമുക്ക്, പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ്. ഇതിൽ നമ്മൾ എണ്ണ തേച്ചൊക്കെ കിടത്താൻ വേണ്ടിയിട്ട് ഓയിൽ ഷീറ്റ്, ഇതിന് എന്താ പറയുക, പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ ബാത്ത് ഷീറ്റ് അങ്ങനെ എന്താ പറയുക, അത് മേടിക്കാൻ കിട്ടും. ഇതും അത്ര വലിയ വില ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇത് ഒരു സെറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് എന്താ, ഒരു ബാത്ത് ടബ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അമ്മമാരൊന്നും സപ്പോർട്ട് ചെയ്യാൻ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കുള്ള പാരൻറ്റിങ് ആണ് വെച്ചെങ്കിൽ, ഭാര്യ ഭർത്താവ് മാത്രമുള്ള അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ആണ് വെച്ചെങ്കിൽ ഒരു ബാത്ത് ടബ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടുകാർക്കും അത് യൂസ്ഫുൾ തന്നെയാവും. ബാത്ത് ടബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് ബാത്ത് ടബ് കിട്ടും, നിങ്ങൾ സെർച്ച് ചെയ്താലൊക്കെ കിട്ടുന്നുണ്ടാവും. ചിലപ്പോൾ ഞാൻ ഫോട്ടോ എങ്ങാനും കൊടുക്കാം. അതിലേക്ക് എടുത്തി കുളിപ്പിക്കാൻ നല്ല സുഖമാണെന്ന് ഇപ്പോഴുള്ള, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അമ്മ ഉണ്ണിനെ കുളിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. ചെറിയ ഇത് കുറേ കാലം അമ്മ തന്നെയാണ് കുളിപ്പിച്ചിരുന്നത്. എനിക്ക് പേടിയായിരുന്നു. പിന്നെയാണ് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുളിപ്പിക്കാൻ തുടങ്ങിയത്. ഉണ്ണി വലുതായി സെറ്റായപ്പോഴാണ് ഞാൻ കുളിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പം ഇങ്ങനത്തെ ബാത്ത് ടബുകൾ കിട്ടും. അധികം റേറ്റ് എക്സ്പെൻസ് ഒന്നും അങ്ങനെ വരുന്നില്ല. ഫ്ലിപ്കാർട്ട്, ആമസോണിൽ അതിലൊക്കെ ഉണ്ട്, ഫസ്റ്റ് ക്രൈയിലൊക്കെ ഉണ്ട്. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡബ്ബ്, അതിൽ ഒരു പാത്രം, അതുപോലെ മുകളിൽ ഉണ്ണിനൊക്കെ എടുത്താലുള്ള ഒരു ഇതുണ്ടായിരിക്കും. അതിമൊക്കെ എടുത്തിട്ട് നമുക്ക് എന്താ പറയുക, കുളിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം പുറത്തൊന്നും പോവില്ല, ഉണ്ണി സേഫായിട്ട് അതിൽ കിടന്ന് നല്ല സുഖമായിട്ട് കുളിക്കുകയും ചെയ്യാം. എന്താ അമ്മമാർ ഇങ്ങനെ എടുത്തിട്ടൊക്കെ കുളിപ്പിക്കുമല്ലോ. അപ്പോൾ വേണമെങ്കിൽ മേടിച്ചാൽ മതി, ആവശ്യം നിർബന്ധം എന്നുള്ള കാര്യമുള്ള അല്ല കേട്ടോ അത്. ഇനി നമുക്ക് ഫീഡിങ്ങിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാം. ഫീഡിങ്ങിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫീഡിങ് ബോട്ടിൽസ് ഉണ്ടാവുക, 2 ഉണ്ടാവുന്നത് നല്ലതാണ്. ഒരെണ്ണം ഇതാണ് വെച്ചെങ്കിൽ ഒരെണ്ണം സപ്പോർട്ടീവായിട്ട് വേറൊരെണ്ണം കൂടി ഉണ്ടാവുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അത് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷസും കരുതുക. പിന്നെ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല, അമ്മമാർക്കാണ്. ബ്രസ്റ്റ് പമ്പർ, ഫീഡിങ് ചെയ്യാനുള്ള ബ്രസ്റ്റ് പമ്പർ നല്ലതാണ്. അത് ഉണ്ണികൾക്ക് ബോട്ടിൽ പാൽ നിറച്ച് വെച്ച് കൊടുക്കാൻ ഫസ്റ്റ് ടൈം അതായിരിക്കുമല്ലോ. പിന്നെ പാൽ കുറവുള്ള അമ്മമാരാണെന്ന് വെച്ചെങ്കിൽ ഫോർമുല മിൽക്ക് കൂടി ഇതാക്കും. ചിലർ രണ്ടും കൂടിയിട്ട് ഇതാക്കുന്നവരുണ്ടായിരിക്കും. കുറച്ച് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ അമ്മമാർക്ക് വേറെ വല്ല അസുഖങ്ങളോ കോംപ്ലിക്കേഷൻസോ പനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫോർമുല മിൽക്ക് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. പിന്നെ ഉള്ളത്, അത് നമ്മൾ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഫോർമുല പൗഡേഴ്സ് യൂസ് ചെയ്യുക. പിന്നെ സ്ലീപ്പിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ, സ്ലീപ്പിങ്ങിൽ നമുക്ക് ആവശ്യമുള്ളത് ക്രാഡിൽസ് ആവശ്യമുണ്ട്, അതായത് തൊട്ടിൽ. അത് ഫസ്റ്റ് ടൈമിൽ എല്ലാവരുടെ വീട്ടിലും കുഞ്ഞു ഉണ്ണികളൊക്കെ എടുത്തോന്നറിയില്ല. ഇവിടെ എന്തായാലും ഉണ്ണിനെ അങ്ങനെ പെട്ടെന്ന് കിടത്തില്ല, കുറച്ചൊന്നായിട്ടാണ് ഇവിടെ തൊട്ടിൽ യൂസ് ചെയ്യുള്ളൂ. 28 ഒക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റായി ഉണ്ണിയുടെ തല കുറച്ചിട്ട് അവിടെ കിടത്തുള്ളൂ. അമ്മയ്ക്കൊക്കെ പേടിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും മേടിച്ചിട്ടില്ല. ഓൾറെഡി ഉണ്ണിക്ക് 2 ഇരിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഞങ്ങൾ ഇപ്രാവശ്യം പുതിയത് മേടിക്കാൻ വെച്ചിട്ടാണ്, എന്താ സെറ്റായിട്ടുള്ളത് മേടിക്കാൻ വെച്ചിട്ടാണ്. കാരണം നമുക്കിവിടെ ഹാങ്ങിങ്സ് ഇല്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ജനലിന്മേ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ടൈപ്പ് മേടിക്കാൻ വെച്ചിട്ടാട്ടോ. അപ്പം ക്രാഡിൽസിന് അത്യാവശ്യം
2000 1500 മുകളിൽ വരുന്നുണ്ട് ഫുൾ സെറ്റ് ആയിട്ട് വരുമ്പോൾ. മറ്റേതാകുമ്പോൾ 1000 ബിലോ വരുന്നുള്ളൂ, സാധാ പണ്ടത്തെ നമ്മുടെ ടൈപ്പ് രാരീരം ആ ടൈപ്പ് മറ്റേ സ്പ്രിങ്ങും ഇതൊക്കെ ആയിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഈ എന്താണ് ഹാങ് ചെയ്യാനുള്ള സംഭവം ഇല്ലേനും പിന്നെ കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും ബെഡ് ടൈപ്പ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനത്തെ മേടിക്കാന്നാണ് കരുതിയിട്ടുള്ളത്. ഇനി സ്കിൻ കെയറിൽ ഞാൻ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. മോയ്സ്ചറൈസിങ് ലോഷൻ ഓർ ക്രീം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നെയിൽ കട്ടർ ഉണ്ടാവണം നല്ലതാണ്. ആദ്യം തന്നെ നെയിൽ കട്ടർ ഉണ്ടാവണം നല്ലതാണ്. നമുക്ക് ചില ഉണ്ണികൾ വരുമ്പോൾ കയ്യുമ്മ നമുക്ക് എന്താ പറയുക നഖങ്ങൾ ഉണ്ടാവും, അപ്പോൾ ഇങ്ങനെ കടിച്ചെടുക്കണം എന്നൊക്കെ പറയും. അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ നെയിൽ കട്ടർ പല രീതിയിലുള്ള കിട്ടും. ഞാൻ മറ്റേ നമ്മുടെ ഫസ്റ്റ് ഉണ്ണിക്ക് ഇതാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അത് നല്ലതായിരുന്നു, മുറിയൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് ഇപ്രാവശ്യം മേടിച്ചത്. ഇപ്പോൾ കുറേ പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട്, അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാട്ടോ. പുതിയ തരം നല്ല സേഫ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ ടൈപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് തന്നെ മേടിക്കാം, മുറിവൊന്നും വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ പൗഡർ ഇട്ട് വെക്കാനുള്ള പൗഡർ പഫ്, ആ പാത്രം ആ ടിന്നുണ്ടല്ലോ അത് മേടിക്കാം. അതാണ് ഇതിൽ വരുന്നത്. സ്കിൻ കെയറിൽ ആ കാര്യങ്ങളൊക്കെ കേട്ടാ. അത് ഞാൻ പെട്ടെന്ന് പറയാം, ബാത്തിങ് ടൈം സ്കിൻ കെയറും പറയാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മറന്നുപോയി. ഓക്കെ, പിന്നെ സ്ലീപ്പിൽ ഞാൻ പറഞ്ഞു ക്രാഡിൽസ്. പിന്നെ നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചല്ലോ മസ്ലിൻ റാപ്പർ, നമ്മൾ മസ്ലിൻ തുണി നമ്മൾ ചുറ്റി ഇതാക്കണത് ഉണ്ണികൾക്ക് എടുക്കുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് നെറ്റ് ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡും അതുപോലെ തന്നെ കൊതുക് കടിക്കാതിരിക്കാനുള്ള മറ്റേ ബെഡും കൂടി വരുന്നത് സെറ്റായിട്ടാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബെഡ് വേറെ മറ്റേത് വേറെ അങ്ങനെ സെപ്പറേറ്റ് ഒക്കെ മേടിച്ചപ്പോൾ റേറ്റ് എക്സ്പെൻസ് കൂടുതലാണ്. സോ ഒറ്റയടിക്ക് മേടിക്കുമ്പോൾ അത്ര വരുന്നില്ല. പിന്നെ ക്വാളിറ്റി നോക്കിയിട്ട് നമ്മൾ മേടിക്കുക. പിന്നെ നമ്മൾ പില്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഉണ്ണികൾക്ക് ഭയങ്കരമായിട്ടുള്ള പില്ലോസ് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ അവർക്ക് വേണ്ടതായിട്ടുള്ള ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കോള് വന്നിട്ടാ. അപ്പോൾ ഉണ്ണികൾക്ക് പില്ലോ മേടിക്കുമ്പോൾ ഉള്ളു കുഴിയായിട്ടുള്ള തല റൗണ്ടനാവാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് നോക്കി മേടിക്കുക. അല്ലെങ്കിൽ അമ്മമാർ പണ്ട് നമ്മളിങ്ങനെ തുണി ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് അതിൽ ഇങ്ങനെ കിടത്തും തല റൗണ്ടനാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ ടൈമിൽ അങ്ങനെ എന്തോ ചെയ്തിരുന്നു ഫസ്റ്റ്. എനിക്കിപ്പോൾ ഒരു ഐഡിയ ഓർമ്മ കിട്ടണില്ല. അത് അമ്മ അല്ലെങ്കിൽ അമ്മാമ്മൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് നോക്കുക, നമ്മുടെ ഉണ്ണികളുടെ തല വട്ടനാവാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള പില്ലോസ് നോക്കി തന്നെ മേടിക്കുക. പിന്നെ എന്താ പറയുക, പിന്നെ ഞാൻ എന്താ പറയാൻ വന്നത്, നെറ്റ് ബെഡിൻ്റെ കേസിൽ ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കേണ്ട, ബെഡും ഇതും സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാതിരിക്കുക. കാരണം നമ്മൾ പിന്നെ ഇത് വേസ്റ്റേജ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ണികൾ വലുതാവുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഒരു ഇത് മാറുമല്ലോ, എന്താ പറയുക വലിപ്പം അങ്ങനെ. അപ്പോൾ ഒരൊറ്റ സെറ്റാണെന്ന് വെച്ചാൽ അത് കുറച്ച് കാലം എന്തായാലും യൂസ് ചെയ്ത് നമുക്ക് ഇതാക്കുകയും ചെയ്യാം. ഉണ്ണികൾ ഒരു ഓൾമോസ്റ്റ് കുറച്ച് വലിപ്പം വയ്ക്കുന്ന വരെ നമുക്ക് യൂസ് ചെയ്യാം. ഇതാവുമ്പോൾ നമ്മൾ ഇങ്ങനെ എപ്പോഴും കൊണ്ടുനടക്കാൻ നമുക്ക് ഈസി അല്ല. രണ്ടും വേറെ വേറെ സെപ്പറേറ്റ് വേണം കൊണ്ടുനടക്കണം. അപ്പോൾ അതിന് നല്ലത് ഒറ്റ സെറ്റ് മേടിച്ച് നമുക്ക് മടക്കി വെക്കാൻ പറ്റുന്ന ടൈപ്പ് കിട്ടും. അങ്ങനത്തെ നോക്കിയിട്ട് മേടിക്കുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴും നമുക്ക് കൊണ്ടുനടക്കാം. അതാണ്. ഇനി ട്രാവലിൻ്റെ കേസ് വരുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു ക്യാരി ബെഡ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ക്യാരി ബെഡ് നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമൊന്നുമല്ല. പണ്ടൊന്നും നമ്മളിതൊന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ഓരോ ഇതിൽ കുറേ പേര് യൂസ് ചെയ്യണ കണ്ടിട്ട് അമ്മമാർക്ക് ഇഷ്ടം കൊണ്ട് നമ്മൾ മേടിച്ചു പോകും. ഇപ്പോൾ ഞാൻ ഇത്ര ദിവസം വെറുതെ എന്തിനാ എക്സ്പെൻസ് കളയണേ, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അതുപോലെ ചേച്ചി പറഞ്ഞു ഉണ്ണികൾക്ക് എടുക്കുക, അതിന് ഡിസ്കംഫർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മേടിച്ചില്ല. പക്ഷെ ഇപ്പം എല്ലാവരും കയ്യിൽ ഇത് കാണുമ്പോൾ നമ്മളൊരു ന്യൂ ഒരു അമ്മ ആവാൻ പോവല്ലേ, നമുക്കൊരു കുറച്ച് എക്സൈറ്റ്മെൻറ്റും ഇതിലൊക്കെയാണല്ലോ നമ്മളിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇത് വേണം അങ്ങനത്തെ ഒരു ആഗ്രഹം തോന്നും. ഞാൻ ഇപ്പോൾ വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹം തോന്നുക, ഈ സാധനം വേണം. പിന്നെ അത് ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയുന്നുണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ച് കൊണ്ട് നടക്കാനും. പിന്നെ അതുപോലെ തന്നെ ഈ സിബൊക്കെ ഊരി കഴിഞ്ഞാൽ അതൊരു ബെഡ് പോലെ യൂസ് ആക്കാം. അപ്പോൾ ഡൈപ്പർ ചേഞ്ചിങ്ങിനൊക്കെ നമുക്കിതൊരു ബെഡായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ക്യാരി ബെഡ് നല്ലതാണെന്നും പറയുന്നുണ്ട്. അത് ഓരോരുത്തരെ
ഡിപ്പെൻഡ് ചെയ്തിരിക്കും യൂസ് ചെയ്യണതും. പിന്നെ ഉണ്ണികൾക്ക് ഡിസ്കംഫേർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കാതിരുന്നത്. ഇനിയിപ്പോൾ ചിലപ്പോൾ വിഷ്ണു മേടിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അറിയില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഡിസ്പോസിബിൾ ബാഗ്സ് ഉണ്ടെങ്കിൽ, കവറുകൾ ഉണ്ടായിരുന്നത് നല്ലതാണ്. നമ്മളെ എന്താ പറയുക, സ്നെഗ്ഗി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് വെച്ച് ട്രാവൽ ചെയ്യുമ്പോൾ ഇട്ട് വെച്ച് നമുക്ക് വീട്ടിൽ കൊടുത്തിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ. ഈ ഡിസ്പോസ് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ എന്താ പറയുക, ഈ നമ്മുടെ ഈ ഒരു ഡൈപ്പർ ഉണ്ടല്ലോ, അതിങ്ങനെ അവിടെ ഇവിടെ ഇട്ടിട്ട് നിറച്ച് കുമ്പരയാക്കി ഇടാതിരിക്കുക, അതുപോലെ തന്നെ പുറത്തേക്ക് ഇടാതിരിക്കുക. അപ്പോൾ ഒരു ബാഗുകൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വെക്കണം നല്ലതാണ്. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ കൊടുത്തതിന് ശേഷം അത് ഡിസ്പോസ് ചെയ്യണ രീതി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇനി ഡെലിവറി കഴിഞ്ഞിട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ചെയ്യണില്ല എന്തായാലും. അപ്പോൾ എന്തായാലും ഡിസ്പോസിബിൾ ബാഗ്സ് നമ്മൾ കരുതുക ട്രാവൽ ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡൈപ്പർ ബാഗ് ഉണ്ടാവണത് നല്ലതാണ്. ഉണ്ണികളുടെ ഡൈപ്പർ, ഡ്രസ്സ്, ഡൈപ്പേഴ്സ്, ഫീഡിങ് ബോട്ടിൽ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഡൈപ്പർ ബാഗ് നല്ലതാണ്. അത് അമ്മമാർക്കുള്ളതാണ്. എന്നാൽ ന്യൂ ബോൺ സെഷനിൽ വരുമ്പോൾ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഉണ്ണികൾ ജനിച്ച തൊട്ട് വിറ്റാമിൻ്റെ മരുന്ന്, അതുപോലെ കുറച്ച് മെഡിസിൻസ് ഒക്കെ തരും. അതുപോലെ തന്നെ ഉണ്ണികളുടെ ടെമ്പറേച്ചർ നോക്കാനുള്ള തെർമോമീറ്റർ കയ്യിലുണ്ടാവുന്നത് നല്ലതാണ് കുഞ്ഞു പിള്ളേരുടെ. കാരണം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ടെമ്പറേച്ചർ വേരിയേഷൻസ് വരും. അപ്പോൾ അത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്ര റേറ്റ് ഒന്നും ഉണ്ടാവില്ല, നമുക്ക് മേടിക്കാൻ കിട്ടും. നമ്മൾ വീട്ടിൽ തന്നെ ഷുഗറൊക്കെ നോക്കണ ഐറ്റം ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്ക് ഇതും മേടിക്കാൻ കിട്ടും. ഉണ്ണികളുടെ ടെമ്പറേച്ചറൊക്കെ നോക്കാം. ഉണ്ണികളുടെ നല്ല നമ്മുടെയൊക്കെ പനിയൊക്കെ നോക്കാൻ ഇത് യൂസ്ഫുൾ ആണ്. അത്ര റേറ്റ് ഒന്നും ഉണ്ടാവില്ല. അത് മേടിച്ച് വെക്കണം നല്ലതാണ്. ട്രാവൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കയ്യിലുണ്ടാവണം നല്ലതാണ്. പിന്നെ മെഡിസിൻസ്, പാരസെറ്റമോള്, അങ്ങനത്തെ കുറച്ച് വാമോള്, അങ്ങനത്തെ മരുന്നുകളുണ്ട് ഉണ്ണികൾക്ക്, പനിയുടെ അങ്ങനത്തെ ഇതൊക്കെ. അതൊക്കെ വിറ്റാമിൻ്റെ മരുന്ന് ഉണ്ണികൾക്ക്. പിന്നെ ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മാസം വരെ കുറച്ച് മെഡിസിൻസ് കൊടുക്കണം. വിറ്റാമിൻ അങ്ങനത്തെ മറ്റേ കുപ്പി മരുന്നുകൾ തരും. അപ്പോൾ അതൊക്കെ ആക്കിയിട്ട് ഒരു പൗച്ച് അങ്ങനെ എന്തെങ്കിലും കയ്യിൽ എപ്പോഴും കരുതുക. നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ബാഗിൽ ഉണ്ടായിരിക്കണം. പിന്നെ കുറച്ച് ക്ലോത്ത്സ്, പിന്നെ അതുപോലെ തന്നെ ബേബി വൈപ്സ് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ. വൈപ്സ് തുടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ട് നടക്കാൻ നമുക്ക് പറ്റില്ല. കുഞ്ഞുങ്ങളെപ്പോഴും അപ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവണമെന്നില്ല. നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ആ ടൈമിലൊക്കെ തുടയ്ക്കാൻ വെറ്റ് വൈപ്സ് യൂസ് ചെയ്യുക. പിന്നെ നൈറ്റ് ക്ലോത്ത്സ് കരുതുക. ഞാൻ പറഞ്ഞല്ലോ, ജംപ് സ്യൂട്ട് അങ്ങനത്തെ റോംബേഴ്സൊക്കെ യൂസ് ചെയ്യുക. ഈ റോംബേഴ്സ് തന്നെ പകുതി വരെ ഉള്ളതുണ്ട് കേട്ടോ. കാല് കവർ ചെയ്യാണ്ടുള്ള ടൈപ്സ് ഉണ്ടാവും. അത് മറ്റേ നമ്മുടെ ഡൈപ്പർ ചേഞ്ച് ചെയ്യുന്ന ഭാഗത്ത് ബട്ടൺസ് ആയിട്ട്, അതും കാണാൻ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. അങ്ങനത്തെ ഡ്രസ്സ് അതും കിട്ടും. അത് ഞാൻ മേടിച്ചിട്ടില്ല, ഇപ്പോൾ പിന്നീട് മേടിക്കാമല്ലോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലോത്തിങ്, ഡൈപ്പറിങ് പറഞ്ഞു, ബാത്ത് ടൈമിൽ യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ സ്കിന്നിൻ്റെ കാര്യം പറഞ്ഞു, ഫീഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, സ്ലീപ്പിൻ്റെ ടൈമിൽ യൂസ് ചെയ്യേണ്ട കാര്യം പറഞ്ഞു, ട്രാവലിൻ്റെ കേസ് പറഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യം കവർ ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് കാർ സീറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് ഇപ്പോൾ ഡ്രൈവിങ് വീട്ടിൽ വണ്ടിയുള്ള ആൾക്കാരൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ നല്ലതാണ്. ഇത് മേടിച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ യൂസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് റിട്ടേൺ ഒരു ഷോപ്പിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന രീതിയൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അത് നല്ലതാണ്. അങ്ങനെ ഉണ്ട് വെച്ചാൽ മേടിക്കുന്നത്. നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല ഈ കാർ സീറ്റ് മേടിക്കുന്നത്. ഞാൻ മേടിക്കണമെന്നില്ല, കാരണം നമ്മളെ വീട്ടിൽ വണ്ടി ഇല്ല. വണ്ടി ഇപ്പോൾ അത്യാവശ്യത്തിന് നമ്മൾ മാമൻ്റെ അല്ലെങ്കിൽ ചേട്ടൻ്റെ അങ്ങനെയൊക്കെ, പാപ്പൻ്റെ അങ്ങനെയൊക്കെ വണ്ടിയാണ് മേടിച്ചിട്ട് പോവാറ്. അല്ലാണ്ട് നമ്മൾ ഇനിയിപ്പോൾ കാറൊക്കെ മേടിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മളെപ്പോഴും ഇപ്പോൾ ട്രാവൽ ചെയ്യുക അങ്ങനെ ഇല്ല. പിന്നെ നമ്മൾ റെൻറ്റിന് എടുത്തിട്ടാവും പോവാം. അപ്പം എന്താ പറയുക, ഈ പറഞ്ഞ പോലെ വെറുതെ കാർ സീറ്റർ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വീട്ടിൽ കാറൊക്കെ ഉള്ളവരാണെങ്കിൽ കാർ സീറ്റർ നല്ലതാണ്. ഉണ്ണികളെ കൊണ്ട് ന്യൂ ബോണിന് അല്ല, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബാക്കിൽ സെറ്റ് ചെയ്തിട്ട് അവരങ്ങനെ വെച്ച് നല്ലതാണ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഓരോ പാരൻസിൻ്റെ ആഗ്രഹങ്ങളും ഇതൊക്കെയാണ്. അതിന് നമുക്ക് എന്താ പറയുക, കാശുള്ളവർ മേടിച്ചോട്ടെ. അവർക്ക് അവരുടെ എന്താ പറയുക ഹാപ്പിനെസ് അതായിരിക്കാം. അവർക്ക് കുഴപ്പമില്ലെങ്കിൽ അവർക്ക് എന്താ പറയുക ചിലവാക്കാനുള്ള ബുദ്ധിമുട്ടുകളില്ല.
എന്നുണ്ടെങ്കിൽ അവരുടെ കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർക്ക് സെറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് വെച്ചാൽ അവർ മേടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമുക്ക് ഒന്നും പറയാനും പോകേണ്ട ആവശ്യമില്ല. നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഏകദേശം താങ്ങാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അതൊക്കെ നമുക്ക് മേടിക്കാനൊക്കെ പറ്റും. ഏകദേശം 4000 5000 ഉള്ളിൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇനി നല്ല നല്ല ബ്രാൻഡ്സും അതുപോലെ തന്നെ ഒക്കെ ഇങ്ങനെ സെറ്റായിട്ട് മേടിക്കുന്നതാണെങ്കിൽ 10,000 വരെയൊക്കെ റേറ്റ് പോകും കേട്ടോ. അത് ഡിപ്പെൻഡ് അപ്പോൺ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന അതിൻ്റെ ഐഡിയാസ് പോലെ ഇരിക്കും. ഇപ്പം ഞാൻ മേടിച്ചിട്ടുള്ളത് ഒക്കെ ഒരു അഫോർഡബിൾ ആയിട്ട് 5000 ഉള്ളിൽ എനിക്കും ഉണ്ണിക്കും കൂടിയിട്ട് ഒരു 7000 ആ റേഞ്ചിൽ ഞാൻ ഇതാക്കിയിട്ടുണ്ട്. 7000 8000 ആ ഒരു റേഞ്ചിൽ ഞാൻ എൻ്റെ കംപ്ലീറ്റ് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയുള്ളത് വരും. ഇതിൽ ചിലപ്പോൾ അതിന് ബ്രസ്റ്റ് പമ്പിനൊക്കെ നല്ല വില ഉണ്ട്. ഏകദേശം 7000 ഒക്കെ ഉണ്ട്. ഫിലിപ്സിൻ്റെ ഒക്കെ നല്ല ബ്രാൻഡിൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ നോക്കി മേടിക്കുമ്പോൾ കുറച്ച് റേറ്റ് ആവും. ഇങ്ങനത്തെ പ്രൊഡക്ട്സിന് ഉണ്ണികളുടെ പ്രൊഡക്റ്റാണ്, സെൻസിറ്റീവാണ് ഉണ്ണികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ മേടിക്കുമ്പോൾ നമ്മുടെ ഐഡിയാസ് നോക്കിയിട്ട് നല്ല സാധനങ്ങൾ കറക്റ്റായിട്ട് മേടിക്കുക. കുറേ മേടിച്ച് കൂട്ടാണ്ട് കറക്റ്റ് മേടിക്കുമ്പോൾ നമുക്ക് സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കണ്ടന്റ് മൊത്തം ഇങ്ങനത്തെ ആവുന്നത്. എൻ്റെ സിറ്റുവേഷൻ അതാണ്. ഞാൻ പ്രഗ്നൻ്റ് ആണ്. പിന്നെ മാത്രമല്ല, എൻ്റെ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുന്ന കുറച്ച് കുട്ടികളുണ്ട് എൻ്റെ അതേ സെയിം ഇതിലുള്ള. പിന്നെ ചിലപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസ് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. ഞാൻ നോക്കാറുണ്ട്, സെർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവും. സോ അത്രയൊക്കെ ഉള്ളൂ. അത് കാരണമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ ആരെങ്കിലും എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, സീ യു. താങ്ക് യു ഫോർ വാച്ചിങ്.